എല്ലാവർക്കും ആദ്യസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്തൊരു സന്തോഷ വാർത്ത പറയട്ടെ. നമ്മുടെ ചാനലിൽ 52 സബ്സ്ക്രൈബേഴ്സായി ഗൈസ്. സത്യം പറയാമല്ലോ 10 പേരെങ്കിലും ആകുമെന്ന് എനിക്ക് സംശയമായിരുന്നു. ഞാൻ ഡെയിലി രാവിലെ എണീറ്റ് നോക്കുമായിരുന്നു ആരെങ്കിലും പുതിയതായിട്ട് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ. അപ്പം ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ എൻ്റെ താങ്ക്സ് പറയുകയാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇത്രയും ചെയ്താൽ പോരാ, ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഞെക്കണം കേട്ടോ. എന്നാലും നമ്മൾ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് നമ്മളൊരു ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. എന്ത് ഐസ്ക്രീം ഉണ്ടാക്കും എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് കുഞ്ഞിന് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഓറിയോ ബിസ്ക്കറ്റ് കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് ആദ്യം ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ച് വെക്കാം കേട്ടോ. അപ്പം ബിസ്ക്കറ്റ് ചില ആൾക്കാർ ക്രീമോട് കൂടിയും പൊടിക്കാറുണ്ട്, ചിലർ ക്രീമില്ലാതെയും പൊടിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ എളുപ്പം പണിക്ക് ക്രീമും കൂടെ ചേർത്തങ്ങ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചെയ്യാം. അപ്പം ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിലേക്ക് 2 ഗ്ലാസ് പാലെടുക്കാം. നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് ഐസ്ക്രീം അതനുസരിച്ച് നമുക്ക് പാലെടുക്കാം കേട്ടോ. അപ്പം ഈ പാലിലേക്ക് ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന 2 തവിയുണ്ടല്ലോ, തവിയെന്നോ സ്പൂണെന്നോ എന്താ വിളിക്കാമെന്ന് എനിക്കറിയില്ല, അതനുസരിച്ച് അതിൽ ഞാൻ 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് തിളയ്ക്കാൻ വയ്ക്കുക. ഈ തിളയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കല്ലോ. നമ്മൾ പഞ്ചസാരയും കൂടെ ചേർത്തിരിക്കുന്നുണ്ട്, ചിലപ്പോൾ ഇത് അടുക്കി പിടിക്കും. അപ്പോൾ തീ ഒന്ന് കുറച്ചിട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി കുറുക്കിയെടുക്കുക. അപ്പോൾ അതൊന്ന് നല്ല തിള വന്ന് കഴിയുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഞാൻ പറയുന്നു, ഈ പൊടി ഇട്ട് കഴിയുമ്പോൾ വീണ്ടും തീ കുറയ്ക്കണം. തീ കുറച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഇതൊന്ന് കുറുക്കിയെടുക്കുക. നല്ലോണം കുറുങ്ങണം കേട്ടോ. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കുന്ന കുറുക്കില്ലേ, ആ പരുവത്തിൽ, എളുപ്പത്തിനാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞ്, ആ പരുവത്തിന് ഒന്ന് കുറുക്കിയെടുക്കുക. നല്ലോണം കുറുകി കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ തണുക്കാൻ വയ്ക്കുക. ഞാൻ അതെല്ലാം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിന് ബേസണിനകത്ത് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ ഇത് ഇറക്കി വെച്ചിട്ട് നമ്മളതൊന്ന് ഇളക്കി കൊടുത്ത് തണുപ്പിച്ചെടുക്കുക. അത് തണുത്ത് കഴിയുമ്പോഴത്തേനും മിക്സിയിലോ അല്ലെങ്കിൽ ബീറ്ററോ, ചില വീടുകളിൽ മിക്സി മാത്രമല്ലേ കാണുള്ളൂ. അപ്പം മിക്സി ഉള്ളവർ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കാൻ പാകത്തിനുള്ള പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഫ്രീസറിൽ വെക്കണം. അപ്പം ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഒന്നുകൂടെ എടുത്തിട്ട് വീണ്ടും മിക്സിയിലൊന്ന് അടിച്ചിട്ട് എടുത്ത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്ര ടേസ്റ്റിലുള്ള ഐസ്ക്രീം കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.